ഇത് ARWSS എന്ന് പറഞ്ഞ ആക്സിലേറ്റർ ഓഫ് റൂറൽ വാട്ടർ സപ്ലൈ സ്കീം. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടാണ്. ഇതിനകത്ത് 51% പട്ടികജാതിക്കാരും 49% മറ്റ് ഇതര വിഭാഗക്കാർക്കും ഈ പദ്ധതിക്കകത്ത് വെള്ളം കൊടുക്കാം. ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായതേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി സൊസൈറ്റി രൂപീകരിച്ച് സൊസൈറ്റി മുഖേന ഫണ്ട് സ്വരൂപിച്ച് വീടുകളിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെ ഈ പട്ടികജാതി വിഭാഗക്കാർക്ക് പൈസ എന്താ പറയുന്നത് പൈസ നമ്മൾ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതുവരെ കോളേജിൽ ചെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പൈസ വേണോ വേണ്ടയോ എന്ന് അവിടെ വിളിച്ചു കൂട്ടിയിട്ട് അവർ തീരുമാനിക്കണം. മീറ്റർ സഹിതമുള്ള മീറ്റർ പോലെയുള്ള കാര്യങ്ങൾ മേടിച്ചു വയ്ക്കണം. അതെല്ലാം അവർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിന് ഈ ആക്ഷിക്കൽ കോളനിയിലും കുറുക്കപ്പാറ കോളനിയിലും ആൾക്കാരെ വിളിച്ചു കൂട്ടി അവരെ അതിനകത്ത് ഒരു ബോധവൽക്കരണം കൊടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ അതിയായ ആഗ്രഹം. ഈ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ആദ്യമേ ടാങ്കിന് നമ്മൾ സ്ഥലം കണ്ടത് ആക്ഷിക്കൽ ഈ ISDP കോളനിക്കകത്തായിരുന്നു. പക്ഷെ ഈ കോളനിക്കകത്ത് ടാങ്ക് പണിത് വാട്ടർ ലെവൽ നോക്കിയപ്പോൾ കുറുക്കപ്പാറയിലേക്ക് വെള്ളം കയറിയാത്തൊരു സ്റ്റേജ് വന്നു. അപ്പൊ അതുകൊണ്ട് ഈ 2 കോളനിയിലും അല്ലാതെ ആ സ്ഥലത്ത് ഏറ്റവും ഉയർന്ന പ്രദേശമായ മുഴയമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ് ടാങ്ക് പണിതിരിക്കുന്നത്. ഈ ടാങ്കിൽ നിന്ന് എല്ലാ ദിശകളിലേക്കും നല്ല ശക്തമായിട്ട് വെള്ളമൊഴുക്ക് ഉണ്ടാവും. ഈ പൊതുയോഗം വിളിച്ചപ്പം അവിടുന്ന് കോളനിക്കകത്തുനിന്ന് കോളനിക്കകത്തുനിന്ന് ഏതാണ്ട് 8-9 പേര് വന്ന് പങ്കെടുക്കുകയുണ്ടായി. അവരിൽ നിന്ന് തന്നെ ഈ ഇതിനകത്ത് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ കുടിവെള്ള പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം നോട്ടീസ് അടിച്ച് കോളനിക്കകത്ത് വിതരണം നടത്തി. കോളനിക്കകത്ത് വിതരണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് അവിടുന്ന് ആൾക്കാർ വന്നത്. ഇതാണ് നോട്ടീസ്. ഈ നോട്ടീസ് എല്ലാ വീടുകളിൽ എത്തിക്കുകയും അതനുസരിച്ച് അവിടുന്ന് ആൾക്കാർ വരികയും ചെയ്തു. അവിടെ ഈ കോളനിക്കകത്ത് യോഗം കൂടിയില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം കുറുക്കപ്പാറ കോളനിയും ആച്ചി കോളനിയുടെ സെന്റർ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെയുള്ള NSSന്റെ ഹാള്. അവിടെ ഇരിക്കാനുള്ള സൗകര്യം 100 കസേരകളുണ്ട് ഇരിക്കാനുള്ള മറ്റുള്ളവർക്കെല്ലാം ഇരിക്കാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് അവിടെ ആ യോഗം വിളിച്ചു കൂട്ടിയത്. മറ്റുള്ള 2 കോളനിക്കകത്തും കാര്യമായ ഹാളുണ്ടെങ്കിലും ഇരിക്കാനുള്ള സൗകര്യമില്ല. ഇവിടെ ഈ ഹാള് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹാളിനകത്ത് മുഴുവൻ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ആ കോളനിക്കകത്ത് ഈ NSS ഹാളിനകത്ത് യോഗം വിളിച്ചു കൂട്ടിയതിന്റെ പ്രധാന കാരണം.